നമസ്കാരം. ഫസ്റ്റ് ഇയർ MMA സ്റ്റുഡൻസിന്റെ ബേസിക് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിലെ കുറച്ച് ഭാഗമാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇലക്ട്രിസിറ്റി ഇന്നത്തെ കാലത്ത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫോം ഓഫ് എനർജിയാണ്, എനർജിയുടെ ഒരു രൂപമാണ്. ഇലക്ട്രിസിറ്റി നമുക്ക് കാണാനോ അല്ലെങ്കിൽ അതിനെ സ്പർശിക്കാനോ സാധിക്കില്ല. അതിന്റെ എഫക്റ്റുകളിൽ നിന്നാണ് നമുക്ക് ഇലക്ട്രിസിറ്റി അവിടെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇലക്ട്രിസിറ്റി ക്യാൻ ബി ഫെൽറ്റ് ബൈ ഇറ്റ്സ് എഫക്ട്സ്. എഫക്റ്റുകൾ എന്താണെന്ന് നമുക്ക് പിന്നീട് പഠിക്കാം. ഇതറിയാം, നമ്മൾ ഒന്ന് ഇലക്ട്രിക് സർക്യൂട്ടിൽ എവിടെയെങ്കിലും നമ്മൾ കൈകൊണ്ട് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഷോക്ക് ഉണ്ടാവും. അതുപോലെ ഇലക്ട്രിസിറ്റി ബൾബിലൂടെ കടന്നു പോകുമ്പോഴും പ്രകാശം ഉണ്ടാകും. കോയിലിലൂടെ കടന്നു പോകുമ്പോൾ ഹീറ്റ് ഉണ്ടാകും. അങ്ങനെയുള്ള വൈദ്യുതിയുടെ എഫക്റ്റുകളിൽ നിന്നാണ് ഇലക്ട്രിസിറ്റിയുടെ സാന്നിധ്യം നമ്മൾ മനസ്സിലാക്കുന്നത്. ഉണ്ടാകുന്നത് മറ്റു പല ഊർജ്ജ രൂപങ്ങളായ മെക്കാനിക്കൽ എനർജി, ആറ്റമിക് എനർജി, ഇവയൊക്കെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുക. ഇലക്ട്രിസിറ്റിയെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ ഒരു ആറ്റത്തിന്റെ ഘടനയെ കുറിച്ച് നമുക്ക് പഠിച്ചിരുന്നാൽ ഇലക്ട്രിസിറ്റി എന്താണെന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാകുകയുള്ളൂ. പദാർത്ഥങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് തന്മാത്രകൾ കൊണ്ടാണ്. ആ തന്മാത്രകൾ അല്ലെങ്കിൽ മോളിക്യൂൾസ് ഈസ് കൺസ്ട്രക്റ്റഡ് ബൈ ആറ്റംസ്. ആറ്റത്തിന്റെ ഘടന എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ഇലക്ട്രിസിറ്റിയെ കുറിച്ച് മനസ്സിലാവും. ആറ്റം contains 3 particles named പ്രോട്ടോൺ, ന്യൂട്രോൺ ആൻഡ് ഇലക്ട്രോൺസ്. ഒരു ആറ്റത്തിൽ പ്രോട്ടോണ്, ന്യൂട്രോണ്, ഇലക്ട്രോൺ എന്നിങ്ങനെ 3 ഘടകങ്ങളുണ്ട്. പ്രോട്ടോണും ന്യൂട്രോണും ചേർന്ന് ന്യൂക്ലിയസ് ഉണ്ടാകുന്നു. പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജും ന്യൂട്രോണിന് ചാർജ് ഇല്ല, ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജും. പ്രോട്ടോണും ന്യൂട്രോണും ചേർന്ന് ന്യൂക്ലിയസ് ഉണ്ടാകുന്നു. ഈ ന്യൂക്ലിയസിന് ചുറ്റും ഒരു നിശ്ചിത ഓർബിറ്റിലാണ്, നിശ്ചിത ഭ്രമണപഥത്തിലാണ് ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നത്, ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ. അങ്ങനെ ഇലക്ട്രോണുകളുടെ എണ്ണം കൂടും തോറും ഓർബിറ്റുകളുടെ എണ്ണം കൂടും. ഒന്നാമത്തെ ഓർബിറ്റിൽ 2 ഇലക്ട്രോണുകൾ, രണ്ടാമത്തെ ഓർബിറ്റിൽ 8 ഇലക്ട്രോണുകൾ, മൂന്നാമത്തെ ഓർബിറ്റിൽ 18 ഇലക്ട്രോണുകൾ. അങ്ങനെ കൂടിക്കൊണ്ടിരിക്കും ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച്. അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ്, ഓരോ ഓർബിറ്റിലും എത്ര ഇലക്ട്രോണുകൾ ഉണ്ട് എന്ന് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് 2n⁻², അല്ലെങ്കിൽ 2n². എന്ന് വെച്ചാൽ n എന്ന് പറഞ്ഞാൽ എത്രാമത്തെ പൊസിഷനാണ് ആ ഓർബിറ്റിന്റെ എന്ന്. രണ്ടാമത്തെ ഓർബിറ്റിൽ 2 × 2⁻², അല്ലെ 2². 2 × 2², 2² 4, 2 × 4 8. അപ്പൊ രണ്ടാമത്തെ ഓർബിറ്റിൽ 8 ഇലക്ട്രോണുകളായിരിക്കും ഉണ്ടാകുക. അങ്ങനെ മൂന്നാമത്തെ ഓർബിറ്റിൽ 2 × 3⁻², 3⁻², 3 9, 9 × 2 18. അപ്പൊ മൂന്നാമത്തെ ഓർബിറ്റിൽ 18 ഇലക്ട്രോണുകളാണ് ഉണ്ടാകുക. ഈ ഇലക്ട്രോണുകൾ ഓർബിറ്റിന്റെ അകലം, ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഈ ന്യൂക്ലിയസുമായിട്ടുള്ള ആകർഷണം കുറയുന്നു. ഈ ഓർബിറ്റുകളിലുള്ള ഇലക്ട്രോണുകൾ ന്യൂക്ലിയസുമായിട്ടുള്ള അട്രാക്ഷൻ കൊണ്ടാണ് ഇതിന് ചുറ്റും ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം പുറത്തേക്കുള്ള ഓർബിറ്റിലുള്ള ഇലക്ട്രോണുകളുടെ ആകർഷണം ഉള്ളിലുള്ളതിനേക്കാളും കുറവായിരിക്കും. അങ്ങനെയുള്ള ഈ ഇലക്ട്രോണുകളെ ഫ്രീ ഇലക്ട്രോണുകൾ എന്ന് പറയുന്നു. ഈ ഫ്രീ ഇലക്ട്രോണുകൾ അല്ലെങ്കിൽ വാലൻസ് ഇലക്ട്രോണുകളെ നമുക്ക് ആറ്റത്തിൽ നിന്ന് വേർപെടുത്താൻ എളുപ്പമാണ്. ഒരു ചാർജ് അപ്ലൈ ചെയ്യുമ്പോൾ പുറമേയുള്ള ഇലക്ട്രോണുകളെ ആ ആറ്റത്തിൽ നിന്ന് വേർപെടുത്തുന്നു. ഇങ്ങനെ ഇത്തരം ഇലക്ട്രോണുകൾ ഒരു ചാലകത്തിലൂടെ സഞ്ചരിക്കുന്നതിനെയാണ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നു. ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ത്രൂ എ കണ്ടക്ടർ ഈസ് കോൾഡ് ഇലക്ട്രിക് കറണ്ട്. അപ്പോൾ ഫ്രീ ഇലക്ട്രോണുകൾ കൂടുതലുള്ള പദാർത്ഥങ്ങളാണ് കണ്ടക്ടറുകൾ. അതായത് ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ്.
വൈദ്യുത ചാലകങ്ങൾ. അതായത് കോപ്പറും അലൂമിനിയവും സിൽവറും ഒക്കെ നല്ല ഗുഡ് കണ്ടക്ടേഴ്സ് ആണല്ലോ. അപ്പോൾ കോപ്പറിന് 29 ഫ്രീ ഇലക്ട്രോണുകളുണ്ട്. അലൂമിനിയത്തിന് 13 ഇലക്ട്രോണുകളാണ് ഉള്ളത്. അപ്പം കോപ്പർ അലൂമിനിയത്തിനേക്കാളിലും നല്ല ഗുഡ് കണ്ടക്ടറാണ്. അപ്പോൾ ഈ ഒരു കണ്ടക്ടറിൽ ഒരു പോയിന്റിൽ എയിൽ നിന്ന് ബിയിലേക്ക് ഒരു എ എന്ന പോയിന്റിൽ ഒരു ചാർജ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ പോസിറ്റീവ് ടെർമിനലും ബി നെഗറ്റീവ് ടെർമിനലും ആണെങ്കിലും ഈ നെഗറ്റീവിൽ നിന്നുള്ള ഇലക്ട്രോണുകൾ എ എന്ന പോയിന്റിലേക്ക് സഞ്ചരിക്കുന്നു. പക്ഷേ കൺവെൻഷണൽ കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ്. ഇലക്ട്രോണുകളുടെ സഞ്ചാരം നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ്. പക്ഷേ നമ്മൾ കറണ്ട് സഞ്ചരിക്കുന്നതായി നമ്മളുടെ സങ്കല്പം പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് പ്രവഹിക്കുന്നു എന്നാണ്. നോക്കുക, ഇലക്ട്രോണുകളുടെ ഘടനയും ഇലക്ട്രോൺസിന്റെ പ്രവാഹവും ആറ്റത്തിന്റെ ഘടനയും നോക്കി മനസ്സിലാക്കുക. അതുപോലെ ഒരു സർക്യൂട്ട് എന്ന് പറയുന്ന ഇലക്ട്രോണുകളുടെ സഞ്ചാരപഥം, അതിൽ ഒരു സ്വിച്ചോ ഇലക്ട്രിക്കൽ സോഴ്സോ ഇലക്ട്രിക്കൽ കൺസ്യൂമറോ അതായത് ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലൂടെ കടന്ന് നെഗറ്റീവ് പോയിന്റിൽ നിന്ന് ഇലക്ട്രോണുകൾ ഈ പാതയിലൂടെ കടന്ന് പോസിറ്റീവിൽ എത്തുന്നു. പക്ഷെ കറണ്ട് നമ്മൾ ഫ്ലോ ചെയ്യുന്നതാണ് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക്. ഒരു ചാലകത്തിലൂടെ ഇലക്ട്രോണുകളെ ചലിക്കാൻ പ്രേരിപ്പിക്കുന്ന ആ ബലത്തിനെയാണ് നമ്മൾ ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുക. ദ ഫോഴ്സ് വിച്ച് മോട്ടിവേറ്റ്സ് ഇലക്ട്രോൺസ് ടു ഫ്ലോ ത്രൂ എ മീഡിയം അല്ലെങ്കിൽ ഫ്ലോ ത്രൂ എ കണ്ടക്ടർ ഈസ് കോൾഡ് ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ്. ഈ EMF അല്ലെങ്കിൽ എന്ന് പറയുന്ന ഈ ടേം നമ്മൾ ഉപയോഗിക്കുക. ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് എന്നതിന് ഷോർട്ട് ഫോം ആണ് EMF. So EMF is of two types. EMF രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF-ഉം രണ്ട് സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF. ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറഞ്ഞാൽ ഒരു കാന്തിക മണ്ഡലത്തെ ചാലകം ഖണ്ഡിക്കുമ്പോൾ കറണ്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു, കറണ്ട് ആ ചാലകത്തിൽ പ്രേരിതമാകുന്നു. അതാണ് ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത്. ഒരു കാന്തിക മണ്ഡലത്തിൽ ചാലകം അതിനെ ഖണ്ഡിക്കുമ്പോൾ. അപ്പൊ കാന്തിക മണ്ഡലം സ്റ്റേഷനറി ആയി നിശ്ചലമായി ഇരിക്കുകയും ഈ ചാലകം അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ കോയില് റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ ആ കോയിലിൽ സംജാതമാകുന്ന ഇലക്ട്രിക് എനർജിയാണ് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത്. അതായത് ഉദാഹരണം ജനറേറ്റർ, ഓൾട്ടർനേറ്ററുകൾ, ഇതൊക്കെ അങ്ങനെയാണ്. ജനറേറ്ററിൽ മോട്ടർ കറങ്ങുമ്പോൾ അത് ആ കോയില് റൊട്ടേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ മാഗ്നറ്റ് റൊട്ടേറ്റ് ചെയ്യുന്നു, അവിടെ കറണ്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇനി രണ്ടാമത്തെ സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് കറണ്ട്, അതായത് കോയില് അല്ലെങ്കിൽ ചാലകം സ്റ്റേഷനറി ആയി നിശ്ചലമായി ഇരിക്കുന്നു. ആ മാഗ്നറ്റിക് ഫ്ലക്സ്, മാഗ്നറ്റിക് ഫീൽഡ് അതിന്റെ വേരിയേഷൻ കൊണ്ട് ആ കോയിലിൽ കറണ്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അങ്ങനെ ഉണ്ടാകുന്ന കറണ്ടിനെയാണ് സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് കറണ്ട്. സ്റ്റാറ്റിക്കലി എന്ന് പറഞ്ഞാൽ സ്റ്റേഷനറി, അതായത് ചലിക്കുന്ന ഫിസിക്കലി മൂവ്മെന്റ് ഉള്ള വസ്തുക്കൾ അതിൻ്റെ അകത്ത് ഇല്ല. ഉദാഹരണത്തിന് ട്രാൻസ്ഫോർമർ, ചോക്ക്, ഇൻഡക്ഷൻ കോയില്, ഇതിൻ്റെ അകത്തൊന്നും നമ്മുടെ കോയില് ചലിക്കുന്നില്ല. അതാണ് സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ട് തരത്തിലുണ്ട്, ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് കറണ്ടും സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് കറണ്ടും. ഈ ടൈപ്സ് ഓഫ് കറണ്ട് നമ്മൾ പൊതുവെ രണ്ട് തരത്തിൽ നമ്മൾ പറയാറുണ്ട് അല്ലെ. എന്താണ്? ഡയറക്റ്റ് കറണ്ട് അല്ലെങ്കിൽ DC-യും ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അല്ലെങ്കിൽ AC-യും. ഡയറക്റ്റ് കറണ്ട് എന്ന് പറഞ്ഞാൽ അതില് കറണ്ട് വിച്ച് ഡസ് നോട്ട് ചേഞ്ചസ് ഇറ്റ്സ് വാല്യൂ ആൻഡ് ഡയറക്ഷൻ. അതിന്റെ ദിശയിൽ മാറ്റം വരുന്നില്ല, അതിന്റെ വാല്യൂവില് മാറ്റവും വരുന്നില്ല. അത്തരം കറണ്ടിനെയാണ് ഡയറക്റ്റ് കറണ്ട് എന്ന് പറയുന്നത്. അത് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഒരു ഗ്രാഫ് വരച്ചാൽ അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും.
ആൾട്ടർനേറ്റിംഗ് കറണ്ട് അഥവാ എ സി എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് അല്ലെങ്കിൽ ഒരു പോയിന്റിലേക്ക് അത് പ്രവഹിക്കുമ്പോൾ അതിൻ്റെ വാല്യൂവും ഡയറക്ഷനും നിശ്ചിത സമയത്തിനുള്ളിൽ പലതവണ അതിൻ്റെ ഡയറക്ഷനും വാല്യൂവും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതായത് കറണ്ട് വിച്ച് പീരിയോഡിക്കലി ചേഞ്ചസ് ഇറ്റ്സ് ഡയറക്ഷൻ ആൻഡ് വാല്യൂ ഈസ് കോൾഡ് ആൾട്ടർനേറ്റിംഗ് കറണ്ട് അഥവാ എ സി. എ സിയുടെ ഗ്രാഫ് ഒരു വേവ് ഫോം ആയിരിക്കും. അത് പോസിറ്റീവും നെഗറ്റീവും അതിൻ്റെ പൊളാരിറ്റി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ സാധാരണ പവർ സപ്ലൈ KSEB ഒക്കെ സപ്ലൈ ചെയ്യുന്ന ആൾട്ടർനേറ്റിംഗ് കറണ്ടാണ്, എ സി ആണ്. ഈ ജനറേറ്ററുകളിൽ നിന്നൊക്കെ കിട്ടുന്നതും എ സി ആണ്. നേരെ മറിച്ച് ഡി സി ജനറേറ്ററുകളുണ്ട്. അതുപോലെ ബാറ്ററി, സ്റ്റോറേജ് സെല്ല്, സോളാർ സെല്ല്, ഇതിൽ നിന്നൊക്കെ കിട്ടുന്നത് ഡയറക്റ്റ് കറണ്ട് അഥവാ ഡി സി ആണ്. ഇനി എ സിയും ഡി സിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ. ഒന്നാമത്തെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എ സി ക്യാൻ ബി കൺവേർട്ടഡ് ടു വെരി ഹൈ വോൾട്ടേജസ്, 33 kV വരെ. അതുപോലെ അതിനെ ഹൈ വോൾട്ടേജിലേക്ക് അതിനെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. അതല്ലെങ്കിൽ ജനറേറ്ററിൽ നിന്ന് കിട്ടുന്നത് ഹൈ വോൾട്ടേജ് ഔട്ട്പുട്ടാണ്. ഡി സി ക്യാൻ ബി ജനറേറ്റഡ് അപ് ടു 6000 വോൾട്ട് ഓൺലി. രണ്ടാമത്തെ വ്യത്യാസം, വോൾട്ടേജ് ക്യാൻ ബി സ്റ്റെപ്പ്ഡ് ഡൗൺ ഓർ സ്റ്റെപ്പ്ഡ് അപ്പ് ബൈ യൂസിങ് ട്രാൻസ്ഫോർമേഴ്സ്. ട്രാൻസ്ഫോർമറുകൾ ഉപയോഗിച്ച് വോൾട്ടേജ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ സാധിക്കും ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൽ. നേരെ മറിച്ച് ഡി സിയിൽ അത് ട്രാൻസ്ഫോർമറുകൾ ഉപയോഗിക്കാൻ പറ്റില്ല. ട്രാൻസ്ഫോർമർ ഇത് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നത് കൊണ്ടാണ് അത് അതോടെ ഈ കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുന്ന ട്രാൻസ്ഫോർമറിൽ. ഈ ഡി സിയിൽ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇൻഡക്ഷൻ കോയിൽ ഉപയോഗിച്ചാണ് വാഹനങ്ങളിലൊക്കെ ഈ വോൾട്ടേജ് വർദ്ധിപ്പിക്കുന്നത്. അതിന് കട്ടൗട്ടും ഇൻഡക്ഷൻ കോയിലും ഇതൊക്കെ ഉണ്ടാവണം. അപ്പം ഡി സിയുടെ വോൾട്ടേജ് ട്രാൻസ്ഫോർമറുകൾ ഉപയോഗിച്ച് വോൾട്ടേജ് വർദ്ധിപ്പിക്കാൻ സാധിക്കില്ല. രണ്ടാമത്തെ പ്രത്യേകത, എ സിയുടെ ട്രാൻസ്മിഷൻ കോസ്റ്റ് കുറവാണ്, ഡി സിയുടെ ട്രാൻസ്മിഷൻ കോസ്റ്റ് വളരെ കൂടുതലാണ്. ട്രാൻസ്മിഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഈ എ സിയെ പ്രവഹിപ്പിക്കാൻ ഉള്ള ചെലവ് എ സിയിൽ കുറവാണ്. ഡി സിക്ക് വലിയ ഹെവി കപ്പാസിറ്റി ഉള്ള ചാലകങ്ങൾ ആവശ്യമാണ്. അതുകൊണ്ട് അതിന് ചെലവ്, ഡി സി ട്രാൻസ്മിറ്റ് ചെയ്യാൻ ചെലവ് കൂടും. അതുപോലെ ഡി സിയെ അപേക്ഷിച്ച് എ സി കറണ്ടിൻ്റെ ഉപകരണങ്ങളുടെ മെയിൻ്റനൻസ് കോസ്റ്റ് എ സിക്ക് കുറവാണ്, ഡി സിക്ക് മെയിൻ്റനൻസ് കോസ്റ്റ് കൂടുതലാണ്. അതുപോലെ പവർ അപ് ടു 5 lakh kilowatt ക്യാൻ ബി ജനറേറ്റഡ് ബൈ സിംഗിൾ ആൾട്ടർനേറ്റർ. ഡി സിയിൽ പവർ അപ് ടു 10,000 kilowatt ക്യാൻ ബി ജനറേറ്റഡ് ഇൻ എ സിംഗിൾ ജനറേറ്റർ. അടുത്തത്, എ സി ജനറേറ്റർ ക്യാൻ ബി റൺ അറ്റ് ഹൈ സ്പീഡ്സ്. ഡി സി ജനറേറ്റർ ഈസ് റൺ അറ്റ് സ്ലോ സ്പീഡ് കമ്പാരിറ്റീവ് വിത്ത് എ സി ജനറേറ്റേഴ്സ്. ലാസ്റ്റ് വൺ, സ്ലിപ്പ് റിങ്സ് ആൻഡ് ബ്രഷസ് ആർ യൂസ്ഡ് ടു കളക്ട് കറണ്ട്. സ്ലിപ്പ് റിങ്ങും അതുപോലെ ബ്രഷസ്, കാർബൺ ബ്രഷസുമാണ് കറണ്ട് കളക്ട് ചെയ്യാൻ എ സി ജനറേറ്ററിൽ ഉപയോഗിക്കുന്നത്. കമ്മ്യൂട്ടേറ്ററുകളും ബ്രഷുകളുമാണ്, കാർബൺ ബ്രഷുകളുമാണ് കറണ്ട് കളക്ട് ചെയ്യാൻ ഡി സി ജനറേറ്ററിൽ ഉപയോഗിക്കുക. ഇനി നമുക്ക് വൈദ്യുതിയുടെ സോഴ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ സാധാരണ വൈദ്യുതി ഉപഭോഗത്തിനായി നമുക്ക് വൈദ്യുതി ലഭിക്കുന്ന സോഴ്സുകൾ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഉപകരണങ്ങൾ, ഒന്ന് ബാറ്ററിയിൽ കെമിക്കൽ എനർജി ആണ് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറ്റുന്നത്. പലതരത്തിലുള്ള ബാറ്ററികളുണ്ട്, പല ടെക്നോളജിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സാധാരണ ലെഡ് ആസിഡ് ബാറ്ററിയാണ് വാഹനങ്ങളിലൊക്കെ ഉപയോഗിക്കുക. ലിഥിയം അയൺ ബാറ്ററി, ലിഥിയം പോളിമർ ബാറ്ററി എന്നൊക്കെയുള്ള പുതിയ തരത്തിലുള്ള ബാറ്ററികളും ഹൈബ്രിഡ് വാഹനങ്ങളിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. രണ്ടാമത്തെ സോഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മറ്റൊരു സോഴ്സ്, ജനറേറ്റർ, ഇലക്ട്രിക്കൽ ജനറേറ്റർ. ആ ജനറേറ്ററിൽ നമ്മൾ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ജനറേറ്റർ മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്നു.
AC ജനറേറ്ററുകളും DC ജനറേറ്ററുകളും ഉണ്ട്. AC ജനറേറ്ററിൽ നിന്ന് AC പവർ ലഭിക്കുന്നു, DCയിൽ നിന്ന് DC പവർ ലഭിക്കുന്നു. ഇന്ത്യയിലെ കറണ്ട് ഉൽപ്പാദനത്തെക്കുറിച്ചുള്ള ഒരു ഏകദേശ കണക്ക് പറയുകയാണെങ്കിൽ തെർമൽ പവർ സ്റ്റേഷനുകളിലാണ് 80,000 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. 10,000 മെഗാവാട്ട് വൈദ്യുതി ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനുകളിൽ ഉൽപ്പാദിപ്പിക്കുന്നു. അതുപോലെ വിൻഡ് പവർ സ്റ്റേഷനുകളിൽ വിൻഡ് മില്ലുകൾ, കാറ്റാടി യന്ത്രത്തിൽ നിന്നുള്ള ഉൽപ്പാദനം 50,000 മെഗാവാട്ടാണ്. അതുപോലെ മറ്റ് സോഴ്സുകളിൽ നിന്നുള്ളത് 10,000 മെഗാവാട്ടാണ്. ഇനി വൈദ്യുതിയുടെ മറ്റൊരു സോഴ്സാണ് തെർമോകപ്പിൾ. തെർമോകപ്പിൾ എന്ന് പറഞ്ഞാൽ രണ്ട് വ്യത്യസ്തമായ ലോഹങ്ങള് കൂട്ടി പിരിച്ചതിന് ശേഷം അതിന്റെ രണ്ട് എൻഡുകൾ കൂട്ടി യോജിപ്പിച്ച് അത് ചൂടാക്കുകയാണെങ്കിൽ ഈ രണ്ട് വയറുകളുടെ എൻഡുകളിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് സംജാതമാകുന്നു. ഇത് നമ്മൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കില്ല. ഈ ടെക്നോളജി ഉപയോഗിച്ച് തെർമോകപ്പിൾ എന്നാണ് ഇതിന് പറയുന്നത്. തെർമോകപ്പിൾ ഉപയോഗിച്ച് വലിയ ടെമ്പറേച്ചറുകൾ അളക്കാൻ സാധിക്കും. അപ്പോൾ ആ ടെമ്പറേച്ചറിന്റെ ഡിഫറൻസിനനുസരിച്ച് ഇവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റിയുടെ അളവ് കൂടിയും കുറഞ്ഞും ഇരിക്കും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ടെമ്പറേച്ചർ ഫർണസുകളുടെയൊക്കെ ടെമ്പറേച്ചർ അളക്കാൻ ഈ തെർമോകപ്പിൾ ഉപയോഗിക്കുന്നു. ഇനി മറ്റൊരു ഇലക്ട്രിക്കൽ സോഴ്സ് ആണ് സോളാർ ലൈറ്റിംഗ്. സോളാർ സെല്ലുകളിൽ ഉപയോഗിച്ച് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നതിനാണ് സോളാർ എനർജി എന്ന് പറയുന്നത്. ആ സോളാർ സെല്ലിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എനർജിയാണ് സോളാർ എനർജി അല്ലെങ്കിൽ സോളാർ ഇലക്ട്രിസിറ്റി എന്ന് പറയാം. ഇനി അടുത്തത് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. കറണ്ട് കൊണ്ടുണ്ടാകുന്ന എഫക്റ്റുകൾ, അല്ലെങ്കിൽ കറണ്ട് ഒരു ചാലകത്തിലൂടെ അല്ലെങ്കിൽ ഒരു ഉപകരണത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിന്റെ എഫക്റ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ തന്നെ ഫിസിക്കൽ എഫക്റ്റ്. നമ്മൾ ആ കറണ്ടിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷോക്ക് അടിക്കുന്നു, ഒരു ജെർക്കിങ് അനുഭവപ്പെടുന്നു, പലപ്പോൾ അത് മരണത്തിന് വരെ കാരണമാകുന്നു. അതാണ് ഫിസിക്കൽ എഫക്റ്റ്. ഇനി രണ്ടാമത്തേത് എന്താണ്? മാഗ്നറ്റിക് എഫക്റ്റ്. കറണ്ട് കടന്നു പോകുമ്പോൾ ഒരു കോയിലിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ ആ കോയിലിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം സംജാതമാകുന്നു. ആണ് മാഗ്നറ്റിക് എഫക്റ്റ്. ഈ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചാണ് ഇലക്ട്രിക് മോട്ടറുകൾ, ഫാനുകൾ, അങ്ങനെയുള്ള അതായത് മെക്കാനിക്കൽ എനർജി എവിടെയൊക്കെ കറണ്ട് ഉപയോഗിച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്നതോ ആ അത്തരം ഉപകരണങ്ങളെല്ലാം ഈ കറണ്ടിന്റെ മാഗ്നറ്റിക് എഫക്റ്റ് ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇനി മൂന്നാമത്തത് കെമിക്കൽ എഫക്റ്റ്. കറണ്ട് ഒരു ഇലക്ട്രോലൈറ്റിലൂടെ പാസ് ചെയ്യുമ്പോൾ ആ ഇലക്ട്രോലൈറ്റിന് കെമിക്കൽ ചേഞ്ചസ് ഉണ്ടാകുന്നു. അപ്പോൾ ഈ സ്റ്റോറേജ് സെല്ലിലൂടെ നമ്മൾ വൈദ്യുതി അങ്ങോട്ട് കൊടുക്കുമ്പോൾ, അത് ചാർജ് ചെയ്യുമ്പോൾ ആ ഇലക്ട്രോലൈറ്റിൽ ഉണ്ടാകുന്ന പ്രവർത്തനം കൊണ്ടാണ് അവിടെ അതിൽ കറണ്ട് സ്റ്റോർ ചെയ്യുന്നത്. അതുപോലെ ഈ കെമിക്കൽ എഫക്റ്റിലാണ് ഇലക്ട്രോ പ്ലേറ്റിംഗ് ചെയ്യാൻ സാധിക്കുന്നത്. നമുക്ക് ഇലക്ട്രോ പ്ലേറ്റിംഗ്, ബാറ്ററി ചാർജിങ് ഒക്കെ ഇലക്ട്രിസിറ്റിയുടെ കെമിക്കൽ എഫക്റ്റ് കൊണ്ടാണ് വർക്ക് ചെയ്യുക. മൂന്നാമത്തെ ഹീറ്റ് എഫക്റ്റ്. ഹീറ്റ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ചാലകത്തിലൂടെ അല്ലെങ്കിൽ ഒരു കോയിലിലൂടെ വൈദ്യുതി കടക്കുമ്പോൾ അതിൽ ഹീറ്റ് ആകുന്നു, ചൂടാകുന്നു. ആ ചൂട് അതിന്റെ റെസിസ്റ്റൻസിന് നേരാനുപാതത്തിലാണ്. റെസിസ്റ്റൻസ് കൂടുമ്പോൾ ഹീറ്റ് കൂടും. ഈ ഒരു എഫക്റ്റ് കൊണ്ടാണ് നമ്മുടെ ഹീറ്ററുകൾ, ഇലക്ട്രിക് അയൺ, അതുപോലെ ഹീറ്റിംഗ് ഡിവൈസുകളെല്ലാം വർക്ക് ചെയ്യുന്നത് ഇലക്ട്രിക് എനർജിയുടെ ഹീറ്റിംഗ് എഫക്റ്റ് കൊണ്ടാണ്. ബൾബ് കത്തുമ്പോൾ പ്രകാശവും അതോടൊപ്പം ചൂടും ഉണ്ടാകും. അപ്പോൾ അതിൽ ഇലക്ട്രിക് എനർജിയുടെ ലൈറ്റിംഗ് എഫക്റ്റും അതുപോലെ ഹീറ്റ് എഫക്റ്റും രണ്ടും അവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മൾ എക്സ്റേ ആൻഡ് ലേസർ എഫക്റ്റുകൾ. ചില വാതകങ്ങളിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ പ്രത്യേക രശ്മികളും അതുപോലെ പ്രകാശവും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ഉപകരണങ്ങൾ ആ ഒരു എഫക്റ്റിന് മുകളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എക്സ്റേ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അൾട്രാവയലറ്റ് റേസ്, ഇതൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത് ഇലക്ട്രിസിറ്റിയുടെ ഈ എഫക്റ്റ് ഉപയോഗിച്ചിട്ടാണ്. മറ്റൊരു എഫക്റ്റാണ് ഗ്യാസ് എഫക്റ്റ്. ചില വാതകങ്ങളിലൂടെ, ഒരു സീൽഡ് കണ്ടെയ്നറിലുള്ള ചില വാതകങ്ങളിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ പ്രകാശം ഉൽപ്പാദിപ്പിക്കുന്നു. അതായത് ഫ്ലൂറസെന്റ് ലാമ്പുകൾ, സോഡിയം വേപ്പർ ലാമ്പുകളൊക്കെ ഈ ഒരു തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുക.
ഇനി നമ്മൾ ഇലക്ട്രിക്കൽ ടേമുകൾ, ഇലക്ട്രിസിറ്റിയെ സംബന്ധിച്ച് പല ടേമുകൾ നിങ്ങൾ കേൾക്കാറുണ്ട്. ആംബിയർ, വോൾട്ടേജ്, വാട്ട്സ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇലക്ട്രിക്കൽ ടേംസ് ആൻഡ് അതിന് ഇറ്റ്സ് യൂണിറ്റ്സ്. ഇലക്ട്രിക്കൽ ടേമുകളും അതിൻ്റെ യൂണിറ്റുകളും എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി. ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി അതിനെ സൂചിപ്പിക്കുന്ന ക്യൂ, ക്യാപിറ്റൽ ലെറ്റർ ക്യൂ എന്ന ലെറ്റർ കൊണ്ടാണ്. The strength of the current in any conductor is equal to the quantity of electrical charge that flows across any section of it in 1 second. If Q is the charge and T is the time taken, then Q സമം I into T. Quantity of electricity is equal to I, current into time of flow. The SI unit of current is coulomb. SI unit of quantity of current is coulomb. 1 coulomb is equal to charge contained nearby 6.24 into 10 raised to 18 electrons. അതായത് 6.24 ഇൻറ്റു 10⁻18 ഇലക്ട്രോണുകൾ ഒരു സെക്കൻഡിൽ സഞ്ചരിക്കുമ്പോഴാണ് 1 കൂളംബ് കറണ്ട് എന്ന് പറയുക. അതായത് ഇൻ ആൻ ഇലക്ട്രിക് കറണ്ട്, if 1 ampere of current passes in 1 second, then it is called 1 coulomb. It is also called ampere second. Ampere per second. Ampere second എന്നാണ് പറയാറ്. Its larger unit is ampere hour. Ampere hour അഥവാ AH. ബാറ്ററിയുടെ ഒക്കെ കപ്പാസിറ്റി AH-ൽ നമ്മൾ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് ആംപിയർ അവർ. 1 AH is equal to 3600 കൂളംബ്. ഒരു ആംപിയർ അവർ, ആംപിയർ സെക്കൻഡ് ആണല്ലോ കൂളംബ്. അപ്പോൾ 1 ആംപിയർ അവർ 3600 സെക്കൻഡ് ആണ് ഒരു അവർ. അപ്പോൾ 3600 കൂളംബാണ് 1 AH എന്ന് പറയുക. നെക്സ്റ്റ് ടേം ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് അല്ലെങ്കിൽ EMF. ഇറ്റ് ഈസ് ദി ഫോഴ്സ് വിച്ച് കോസസ് to flow the free electrons in any closed circuit due to the difference in electrical pressure or potential. It is represented by capital letter E. Its unit is volt. അതായത് ഒരു ചാലകത്തിലൂടെ വൈദ്യുതിയെ പ്രവഹിക്കാൻ പ്രേരിപ്പിക്കുന്ന ആ ഫോഴ്സിനെയാണ് പൊട്ടൻഷ്യൽ, അതായത് വോൾട്ടേജിലുള്ള ഡിഫറൻസ് കൊണ്ട് അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ ഡിഫിഷ്യൻസി കൊണ്ട് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് കറണ്ടിനെ പ്രവഹിക്കാൻ പ്രേരിപ്പിക്കുന്ന ആ ഫോഴ്സിനെയാണ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് അഥവാ EMF എന്ന് പറയുന്നത്. EMF is equal to VT plus I into R. വോൾട്ടേജ് പ്ലസ് കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്. നെക്സ്റ്റ് പോയിന്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. This is the difference in electrical potential measured across 2 points of the circuit. Potential difference is always less than EMF. The supply voltage is called potential difference. It is represented by the capital letter V. അതായത് ഒരു സർക്യൂട്ടിലെ 2 പോയിന്റുകൾക്ക് ഇടയിൽ മെഷർ ചെയ്യുന്ന ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യലിലുള്ള ഡിഫറൻസ് ആണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന ടേം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി വോൾട്ടേജ്. ഇറ്റ് ഈസ് ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ബിറ്റ്വീൻ 2 ലൈൻസ് ഓർ ഫേസ് ആൻഡ് ന്യൂട്രൽ. ഇറ്റ്സ് യൂണിറ്റ് ഈസ് വോൾട്ട്. ഒരു ലൈനും ന്യൂട്രലും തമ്മിലോ അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ ഉപകരണത്തിന്റെ 2 പോയിന്റുകൾ തമ്മിലോ ഇലക്ട്രിക്കൽ സോഴ്സിന്റെ 2 പോയിന്റുകൾ തമ്മിലോ ഉള്ള പൊട്ടൻഷ്യൽ, ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ബിറ്റ്വീൻ 2 ലൈൻസ് ഓർ ഫേസ് ആൻഡ് ന്യൂട്രൽ ഈസ് കോൾഡ് വോൾട്ട് അല്ലെങ്കിൽ വോൾട്ടേജ്. വോൾട്ടേജ് അതിന്റെ യൂണിറ്റ് ആണ് വോൾട്ട്. വോൾട്ടേജിന്റെ യൂണിറ്റ് ആണ് വോൾട്ട് എന്ന് പറയുന്നത്. വി എന്ന ലെറ്റർ കൊണ്ടാണ് അതും സൂചിപ്പിക്കുന്നത്. ഇനി വോൾട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി a current of 1 ampere flows through a resistance of 1 ohm. It is said to have a potential difference of 1 volt. അപ്പോൾ വോൾട്ട് എന്നുള്ളത് ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെയും വോൾട്ടേജിന്റെയും യൂണിറ്റ് ആണ്. 1 ആംപിയർ കറണ്ട് 1 ഓം റെസിസ്റ്റൻസിലൂടെ കടന്നു പോയാൽ അവിടെ 1 വോൾട്ട് ആണ് എന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ് കറണ്ട്. എന്താണ് കറണ്ട് എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഈസ് ദി
ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഇൻ എനി കണ്ടക്ടർ. ഒരു കണ്ടക്ടറിലൂടെ ഉള്ള ഇലക്ട്രോണുകളുടെ പ്രവാഹമാണ് കറണ്ട്. ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ ദ ലെറ്റർ ഐ. കറണ്ടിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ ആണ് ക്യാപിറ്റൽ ലെറ്റർ ഐ. ആൻഡ് ഇറ്റ്സ് യൂണിറ്റ് ഈസ് ആംപിയർ. കറണ്ടിന്റെ യൂണിറ്റ് ആംപിയർ ആണ്. കറണ്ട് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് അമ്മീറ്റർ. അമ്മീറ്റർ ഈസ് യൂസ്ഡ് ടു മെഷർ ദി കറണ്ട് ബൈ കണക്ടിങ് സീരീസ് വിത്ത് ദി സർക്യൂട്ട്. ആ സർക്യൂട്ടിന് സീരീസ് ആയിട്ടാണ് കറണ്ട് അളക്കുന്നത്, അല്ലെങ്കിൽ അമ്മീറ്റർ കണക്ട് ചെയ്യുന്നത്. വോൾട്ടേജ് അളക്കാൻ അത് രണ്ട് പോയിന്റുകൾ തമ്മിൽ നമ്മൾ, അതായത് പാരലലായിട്ട് വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യും. ആംപിയർ എന്നാണ് നോക്കാം. ആംപിയർ എന്ന് പറയുന്നത് കറണ്ടിന്റെ യൂണിറ്റ് ആണ്. When 6.24 into 10 raised to 18 electrons flows in 1 second across any cross section of any conductor, the current in it is 1 ampere. ഒരു പോയിന്റിലൂടെ ഒരു സെക്കൻഡിൽ 6.24 ഇൻറ്റു 10 raised to 18 ഇലക്ട്രോണുകൾ ഒരു പോയിന്റിലൂടെ പാസ് ചെയ്യുമ്പോൾ അവിടെ 1 ആംപിയർ കറണ്ട് ആണെന്ന് പറയാം. എന്ന് വെച്ചാൽ ഒരു കൂളംബ് കറണ്ട് ഒരു പോയിന്റിലൂടെ ഒരു സെക്കൻഡിൽ കടന്നു പോകുമ്പോൾ അവിടെ 1 ആംപിയർ കറണ്ട് ആണെന്ന് പറയാം. ഇനി മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ 1 വോൾട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു 1 ഓം റെസിസ്റ്റൻസിൽ 1 വോൾട്ട് അപ്ലൈ ചെയ്യുമ്പോൾ അതിലൂടെ കടന്നു പോകുന്ന കറണ്ടിന്റെ അളവാണ് 1 ആംപിയർ. അടുത്ത ഇലക്ട്രിക്കൽ ടേമാണ് റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് എ സബ്സ്റ്റൻസ് ഡ്യൂ ടു വിച്ച് ഇറ്റ് ഒപ്പോസസ് ദി ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട് ത്രൂ ഇൻ ഇറ്റ്. ഒരു വസ്തുവിലൂടെ കറണ്ടിന്റെ പ്രവാഹത്തെ തടസ്സപ്പെടുത്തുന്ന ആ വസ്തുവിന്റെ സ്വഭാവത്തെയാണ് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് എന്ന് പറയാം. റെസിസ്റ്റൻസിന്റെ സിമ്പല് ഓം അല്ലെങ്കിൽ യൂണിറ്റ് ഓം ആണ്. ഓം എന്ന സിമ്പൽ ഉപയോഗിച്ച് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നു. റെസിസ്റ്റൻസ് അളക്കാൻ ഓം മീറ്റർ ഉപയോഗിക്കുന്നു. 1 ഓം എന്ന് വെച്ചാൽ ഒരു സർക്യൂട്ടിൽ അല്ലെങ്കിൽ ഒരു ചാലകത്തിൽ 1 വോൾട്ട് അപ്ലൈ ചെയ്യുകയും അതിലൂടെ 1 ആംപിയർ കറണ്ട് കടന്നു പോകുന്നുണ്ടെങ്കിൽ അവിടെ ആ വസ്തുവിന്റെ റെസിസ്റ്റൻസ് 1 ഓം ആയിരിക്കും. ഇനി ലോസ് ഓഫ് റെസിസ്റ്റൻസസ്, റെസിസ്റ്റൻസിന്റെ നിയമങ്ങൾ അല്ലെങ്കിൽ റെസിസ്റ്റൻസിനെ ബാധിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത്, റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ. R ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു L. ലെങ്ത് തോറും ആ കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് കൂടും. രണ്ടാമത്തെ ഫാക്ടർ, ഇറ്റ് വേരീസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ക്രോസ് സെക്ഷണൽ ഏരിയ. അതായത് ആ കണ്ടക്ടറിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയും. അതായത് കണ്ടക്ടറിന്റെ വണ്ണം അല്ലെങ്കിൽ അതിന്റെ തിക്നെസ് കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയും. അപ്പം R ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു A അഥവാ R ഈസ് പ്രൊപ്പോർഷണൽ ടു 1/A. മൂന്നാമത്തെ ഘടകം, ഇറ്റ് റിപ്പൽസ് അപ്പോൺ ദി മെറ്റീരിയൽ വിത്ത് വിച്ച് ദ കണ്ടക്ടർ മെയ്ഡ്. ഏതു മെറ്റീരിയൽ കൊണ്ടാണോ ആ കണ്ടക്ടർ ഉണ്ടാക്കിയിരിക്കുന്നത്, ആ ചാലകം ഉണ്ടാക്കിയിരിക്കുന്നത്, അതിനനുസരിച്ച് റെസിസ്റ്റൻസ് കൂടുകയും കുറയുകയും ചെയ്യും. അതായത് കോപ്പറിന് അലൂമിനിയത്തെക്കാളിലും റെസിസ്റ്റൻസ് കുറവാണ്. കോപ്പർ നല്ല ചാലകമാണ്. അലൂമിനിയത്തിന് റെസിസ്റ്റൻസ് കോപ്പറിനേക്കാളിലും കൂടുതലാണ്. അലൂമിനിയത്തിനേക്കാളിലും റെസിസ്റ്റൻസ് കൂടുതലാണ് അയണിന്. അങ്ങനെ ഏത് മെറ്റീരിയൽ ആണോ ഉപയോഗിച്ചിരിക്കുന്നത്, കണ്ടക്ടറിൽ ഉപയോഗിച്ചിരിക്കുന്നത്, അതിനനുസരിച്ച് റെസിസ്റ്റൻസിൽ വ്യത്യാസം ഉണ്ടാകും. ഇനി നാലാമത്തെ ഫാക്ടർ, ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ടെമ്പറേച്ചർ ഓഫ് ദി കണ്ടക്ടർ. ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടും. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ ലെങ്ത് ആൻഡ് ഏരിയ ക്രോസ് സെക്ഷൻ. ലെങ്ത് കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടും, ഏരിയ ക്രോസ് സെക്ഷൻ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയും. അപ്പൊ R ഈസ് പ്രൊപ്പോർഷണൽ ടു L and R is proportional to 1/A. So R is proportional to
L by A. R is proportional to L by A. So R is equal to a constant into L by A. ആ കോൺസ്റ്റന്റ് ആണ് റോ എന്ന ലെറ്റർ കൊണ്ടാണ് ഉപയോഗിക്കുന്നത് സൂചിപ്പിക്കുന്നത്. റോ ഈസ് ദി സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓഫ് ദാറ്റ് കണ്ടക്ടർ. ആ കണ്ടക്ടറിന്റെ സ്പെസിഫിക് റെസിസ്റ്റൻസ്, ഓരോ വസ്തുക്കളുടെയും ഓരോ മെറ്റീരിയലിന്റെയും റെസിസ്റ്റൻസിനെ സൂചിപ്പിക്കുന്ന ഒരു ഏകകമാണ്, ഒരു കോൺസ്റ്റന്റ് ആണ് സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതായത് ഒരു സെന്റിമീറ്റർ ക്യൂബ് വസ്തുവിന്റെ റെസിസ്റ്റൻസിനെയാണ് ആ വസ്തുവിന്റെ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറയുക. അപ്പം ആർ ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു എൽ ബൈ എ. അതാണ് റെസിസ്റ്റൻസും ലെങ്തും ഏരിയയും സ്പെസിഫിക് റെസിസ്റ്റൻസും തമ്മിലുള്ള കണക്ഷൻ, അല്ലെങ്കിൽ അതിനെ ബന്ധപ്പെടുത്തുന്ന ഫോർമുല. എന്താണ് സ്പെസിഫിക് റെസിസ്റ്റൻസ്? ദ സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓഫ് എ മെറ്റീരിയൽ ഈസ് ദ റെസിസ്റ്റൻസ് ഓഫേർഡ് ടു എ കറണ്ട് ഈസ് പാസ്ഡ് ബിറ്റ്വീൻ ദ ഓപ്പോസിറ്റ് ഫേസ് ഓഫ് എ യൂണിറ്റ് ക്യൂബ് ഓഫ് ദി മെറ്റീരിയൽ. സ്പെസിഫിക് റെസിസ്റ്റൻസ് ഈസ് മെഷേർഡ് ഇൻ ഓം, മീറ്റർ ഓർ മൈക്രോ ഓം സെന്റിമീറ്റർ. ഒരു സെന്റിമീറ്റർ ക്യൂബിന്റെ രണ്ട് ഫേസുകൾ തമ്മിൽ കണക്ട് ചെയ്താൽ ആ വസ്തുവിന്റെ റെസിസ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന റെസിസ്റ്റൻസ് ആണ് ആ മെറ്റീരിയലിന്റെ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അത് ഓം മീറ്ററിലും മൈക്രോ ഓം സെന്റിമീറ്ററിലും ആണ് അതിന്റെ യൂണിറ്റ് ഉപയോഗിക്കാറ്. ഇനി നമ്മൾ മുമ്പത്തെ ഫോർമുല ആർ ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു എൽ ബൈ എ. ആർ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ഇൻ ഓം. എളുപ്പത്തിൽ നമ്മൾ ലെങ്ത് മീറ്ററിലും ഏരിയ ക്രോസ് സെക്ഷൻ സെന്റിമീറ്റർ സ്ക്വയറിലും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി വാല്യൂസ് എല്ലാം കറക്റ്റായിട്ട് കിട്ടും. അപ്പം ആർ ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു എൽ ബൈ എ. ആർ റെസിസ്റ്റൻസ് ഇൻ ഓം, എൽ ലെങ്ത് ഇൻ മീറ്റർ, എ ഏരിയ ക്രോസ് സെക്ഷൻ ഇൻ സെന്റിമീറ്റർ സ്ക്വയർ.